കുറേ ദൂരം നടന്നു പോയി വൃന്ദാവനത്തിൻ്റെ അടുത്ത് എന്താ കാളിന്തിരെ അടുത്തെത്താറായപ്പോഴേക്കും കൃഷ്ണൻ്റെ കാലടിപ്പാടുകൾ കണ്ടു തുടങ്ങി. വജ്രം, ധ്വജം, അങ്കുശം, പിന്നെ താമര ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ കാലടിപ്പാടുകൾ കണ്ടു. ആ അടയാളം നോക്കി നോക്കി എല്ലാവരും ഈ കാളിന്തി തീരത്തിലെത്തിയപ്പോഴേക്കും കുട്ടികളൊക്കെ ബോധം കെട്ട് കിടക്കുന്നുണ്ട്, പശുക്കളൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോഴേക്കും യശോദയും നന്ദഗോപുരമൊക്കെ ഈ നദിയിലേക്ക് ചാടാൻ പുറപ്പെട്ടു എന്നാണ്. അപ്പോഴേക്കും ഇവർ പറഞ്ഞു, ഇല്ല, ഒന്നുമില്ല, കൃഷ്ണൻ ഇതിനുള്ളിൽ ഉണ്ടാവും, ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് ബലരാമൻ അവരെയൊക്കെ തടഞ്ഞു. അങ്ങനെ അത് മനസ്സിലാക്കി കൃഷ്ണൻ. ഈ കാളിന്തിയിൽ കൃഷ്ണൻ കെട്ടിലിപ്പെട്ട് കിടക്കുകയാണല്ലോ. അപ്പോൾ അവിടുന്ന് പതുക്കെ ആ കെട്ടോടുകൂടി ഒന്ന് ഉയർന്ന് കാണിച്ചു കൊടുത്തു എന്നാണ്. ഞാനിങ്ങനെ കെട്ടിലിപ്പെട്ടിരിക്കുകയാണെന്ന് എല്ലാവരും ഒന്ന് കണ്ടോട്ടെ എന്നുള്ള മട്ടിൽ ഒന്നായിരുന്നു കാണിച്ചു കൊടുത്തു. അപ്പോഴേക്കും എല്ലാവരും നിലവിളിക്കാൻ തുടങ്ങി. കൃഷ്ണനെ പാമ്പ് ചുറ്റി കെട്ടിയിരിക്കുകയാണ്, വരിഞ്ഞ് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ പെട്ടെന്ന് വേഗം തൻ്റെ ദേഹം കൊണ്ട് വലുതാക്കി എന്നാണ്. വലുതാക്കിയപ്പോഴേക്കും ചുറ്റൊക്കെ പടപടാ പൊട്ടി അഴിഞ്ഞ് കാളിയനെ ദേഹം മുഴുവൻ ഇങ്ങനെ വേദനിച്ച് മേലൊക്കെ മുറിഞ്ഞു. അങ്ങനെ കൃഷ്ണൻ വലുതായപ്പോഴേ ദേഹം വേദനിച്ച് മുറിഞ്ഞ് അങ്ങനെ ആ കെട്ട് മുഴുവൻ പൊട്ടിയിട്ട് കൃഷ്ണൻ പുറത്ത് വന്നു.